सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा देवी शरणं ममे भूभारं तीर्पदिन्नाय भुवि विविधविधं देवि दिव्यावताരം ഭദ്രേ നീ ചെയ്തു ഭക്തർക്കഭിമതമരുളിയിടുന്നു കാരുണ്യവായ്പാൽ ഭദ്രം ഭക്തർക്കു നൽകാനിതുവിധമിഹ നീ കേളിയാടുന്നതിന്മേ ഭംഗ്യാവന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ ദേവീ ശരണം മമേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. നൗഷന്റെ ചരിതമാണ് ആറാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ഇന്ദ്രസ്ഥാനം കിട്ടിയ നഹുഷൻ അധർമ്മിയായി മാറി ഇന്ദ്രാണിയെ പ്രാപിക്കണമെന്ന ആഗ്രഹം നൗഷനിലുണ്ടായി. ദേവന്മാരെ വേണ്ട ഉപദേശം കൊടുത്താലും അതിന് സ്വീകരിക്കാൻ നൗഷൻ തയ്യാറായില്ല. ദേവന്മാരുടെ വാക്കുകൾ കേട്ട നൗഷൻ പറയാണ്, ഗൗതമസ്യ യഥാ ഭുക്ത ധാരാ ശക്രേണ ദേവത വാചസ്പതേസ്തു സോമേന ക്വയൂയം സംസ്ഥിതാസ്തഥാ. ഹേ ദേവന്മാരെ, ഗൗതമന്റെ ഭാര്യയെ ശക്രൻ ഈ ഇന്ദ്രൻ അനുഭവിച്ചപ്പോഴും ബൃഹസ്പതിയുടെ ഭാര്യയെ സോമൻ അഥവാ ചന്ദ്രൻ പ്രാപിച്ചപ്പോഴും നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? ഇതിനെയാണ് തർക്കുത്തരം എന്ന് പറയുക. നമ്മളോട് നീ ഇത് ചെയ്യുന്നത് സത്യമല്ല, ന്യായമല്ല, ധർമ്മമല്ല, ശരിയല്ല എന്ന് പറയുമ്പോൾ അതിന് നേരിട്ടുള്ള ഉത്തരം കൊടുക്കുകയല്ല ചെയ്യുന്നത്. മറ്റുള്ളവരങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് മുമ്പുണ്ടായിരുന്നവരങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ധർമ്മം നോക്കേണ്ട അവരങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അങ്ങോട്ട് അതിനെ കുത്തിപ്പറയുക. ശക്രൻ ഇവിടെ ഇന്ദ്രൻ ഗൗതമന്റെ പത്നിയായിട്ടുള്ള അനസൂയ ദേവിയെ പ്രാപിക്കാൻ പോയ കഥയെയാണ് ഇവിടെ പറയുന്നത്. പിന്നീട് മറ്റൊരു കഥ, ബൃഹസ്പതിയുടെ ഭാര്യയെ, ഗുരുപത്നിയെ സോമൻ അഥവാ ചന്ദ്രൻ പ്രാപിച്ചതിൻ്റെ കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ചുരുക്കിയിട്ടാണെങ്കിലും ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ ഈ കഥകളൊക്കെ വരുന്നുണ്ട്. 9ാം അധ്യായത്തിൽ വരുന്ന ഈ കഥകളെയൊക്കെ അവിടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെയാണ് എടുത്തു കാണിക്കുന്നത്. നോക്കൂ, ഇങ്ങനെയാണ് നമ്മൾ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് നീ ഈ ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നവർ, ആ സ്ഥാനത്തിരുന്നവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എടുത്തു പറഞ്ഞ് അവരൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് കാരണം കൊണ്ട് ഞാനത് ചെയ്യുന്നത് എന്താ തെറ്റ് എന്ന് ന്യായീകരിക്കാൻ നോക്കുക. മറ്റുള്ളവരെ കാണിച്ച് താൻ ചെയ്യുന്നതായിട്ടുള്ള അധർമ്മങ്ങളെയും പാപകർമ്മങ്ങളെയും ന്യായീകരിക്കാൻ നോക്കുക. ഇത് സമാജത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് ഇവിടെ നൗഷനും തൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ മിടുക്കന്മാരാണല്ലോ മനുഷ്യരെല്ലാം. ഉപദേശം കേൾക്കുന്നതും അതനുസരിച്ച് ചെയ്യുന്നവനും ദുർലഭമാണ്. അതുകൊണ്ട് ആ ദേവി ഇന്ദ്രാണി എന്നെ പ്രാപിക്കട്ടെ, അതാണ് എനിക്ക് ഹിതം, അതുപോലെ നിങ്ങൾക്കും. അതുകൊണ്ട് ദേവന്മാരെ അവൾക്കും സുഖമുണ്ടാവും. അങ്ങനെയല്ലാതെ ഞാൻ സന്തോഷവാനാവില്ല. സൗമ്യമായിട്ടോ ബലാത്കാരണയോ നിങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെയാണ് നഹുഷൻ ദേവന്മാരോട് പറയണത്. ഇങ്ങനെ ഈ നഹുഷൻ പറഞ്ഞത് കേട്ട് ദേവന്മാരും മുനിമാരും അത്യധികം സംഭ്രാന്തരായി. കാമാതുരനായിട്ടുള്ള അവനോട് പറഞ്ഞു, ഇന്ദ്രാണിയെ ഞങ്ങൾ അനുനയിപ്പിച്ച് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉടനെ തന്നെ ബൃഹസ്പതിയുടെ ഭവനത്തിലേക്ക് പോയി
ബൃഹസ്പതിയാണല്ലോ ഇപ്പോഴ് അഭയം കൊടുത്തിരിക്കുന്നത് ഇന്ദ്രാണിക്ക്. അപ്പോൾ ബൃഹസ്പതിയുടെ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് ദേവന്മാരെല്ലാവരും കൂടി പോയി. അവിടെ ചെന്നിട്ടോ തേഗത്വാങ്കിരസപുത്രം പ്രോചോ പ്രാഞ്ജലയസുര ജാനീമ ശരണം പ്രാപ്താമിന്ദ്രാണിം തവ ഭീഷ്മനി. ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ അടുത്ത് ചെന്ന് തൊഴുതുകൊണ്ട് ദേവന്മാർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഇന്ദ്രാണി അങ്ങയുടെ ഗൃഹത്തിൽ ശരണം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ തന്നെ അവളെ നഹുഷന് നൽകണം. എന്തെന്നാൽ അവനെ ആക്കിയിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും കൂടി. അവൻ്റെ ആഗ്രഹം ഇപ്പോൾ ഇവളെ പ്രാപിക്കണം എന്നാണ്. കഠോരമായിട്ടുള്ള വാക്കുകൾ കേട്ട ദേവഗുരു അവരോട് പറഞ്ഞു, എന്നെ അഭയം പ്രാപിച്ച പതിവ്രതയായിട്ടുള്ള ഇവളെ ഞാൻ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ല എന്നാണ് ദേവഗുരു ബൃഹസ്പതി പറയണത്. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് ആ നഹുഷനെ സന്തോഷിപ്പിക്കാൻ നോക്കണം. അതല്ലെങ്കിൽ അവൻ കോപിച്ച് അടക്കം കെട്ടവനായി തീരും എന്ന് ദേവന്മാരോട് പറയണു. കേട്ട ബൃഹസ്പതി പറയാൻ തുടങ്ങി, തത്ര ഗത്വാ ശചീഭൂപം പ്രലോഭ്യ വചസാഭൃജം കരോതു സമയം ബാലാപതിം ജ്ഞാത്വാമൃതം ഭജേ. ഇന്ദ്രാണി അവിടെ ചെന്ന് രാജാവിനെ അങ്ങേയറ്റം പ്രലോഭിപ്പിക്കണം. തൻ്റെ ഭർത്താവ് മരിച്ചു എന്നറിയുന്ന പക്ഷം അവനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് അവൾ അവൻ്റെ മുമ്പിൽ ചെന്നിട്ട് പ്രതിജ്ഞ ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദേവേന്ദ്രൻ ജീവിച്ചിരിക്കെ ഞാൻ മറ്റൊരുവനെ എങ്ങനെ ഭർത്താവായിട്ട് വരിക്കും? എൻ്റെ ഭർത്താവ് എവിടെയാണ് എന്ന് ഞാൻ പോയി അന്വേഷിക്കാം. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ട് അവൾ ആ രാജാവിനെ വഞ്ചിച്ച് ഞാൻ പറയുന്ന പ്രകാരം ഇന്ദ്രനെ കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തട്ടെ. ഇപ്രകാരം ആലോചിച്ച് ബൃഹസ്പതി ദേവന്മാരും ബൃഹസ്പതിയും ഇന്ദ്രാണിയും എല്ലാവരും കൂടി നഹുഷന്റെ അടുത്തേക്ക് ചെന്നു എന്നാണ് പറയണത്. എന്തായാലും കഥകൾക്ക് ഭാഗവത മഹാപുരാണത്തിനും ദേവി ഭാഗവതത്തിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കണം. എല്ലാവരും കൂടി ഇപ്പോൾ ഇന്ദ്രനായിരിക്കുന്ന നഹുഷന്റെ അടുത്തേക്ക് ചെന്നു. തൻ്റെ അടുത്തേക്ക് വരുന്നവരെ കണ്ട നഹുഷൻ സന്തുഷ്ടനായി. ഇന്ദ്രാണിയെ നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു, പ്രിയെ, ഇപ്പോഴാണ് ഞാൻ ദേവേന്ദ്രനായത്. നീ എന്നെ സേവിച്ചോളൂ. ദേവന്മാരെല്ലാം ചേർന്ന് എന്നെ സർവ്വലോകർക്കും സംപൂജ്യനാക്കിയിരിക്കുകയാണ്, ഇന്ദ്രസ്ഥാനം തന്നിരിക്കുകയാണ് എന്നൊക്കെ നഹുഷൻ പറഞ്ഞത് കേട്ട് ഇന്ദ്രാണി വിറച്ചുകൊണ്ട് ലജ്ജാവിവശയായി കൊണ്ട് പറയാണ്, രാജൻ, അങ്ങയോട് ഒരു വരം ചോദിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടാണ് ഞാൻ വന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ, കിഞ്ചിത് കാലം പ്രതീക്ഷ സ്വയാവൽ കുർവേ വിനിർണയം ഇന്ദ്രോസ്തീതിവ നവാസ്തീതി സന്ദേഹോ മേ ഹൃദി സ്ഥിത ഇന്ദ്രോ അസ്തി ഇതി നാവാ അസ്തി ഇതി. ഇന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. അത് ഉറപ്പിക്കുന്നത് വരെ കുറച്ചു നാൾ അങ്ങ് കാത്തിരിക്കണം. കാരണം പതിവ്രതാധർമ്മം അനുസരിച്ച് ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരുത്തനെ സ്വീകരിക്കുന്നത് ധർമ്മമല്ല. അതുകൊണ്ട് എൻ്റെ ഭർത്താവായിട്ടുള്ള ഇന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. അതിനുവേണ്ടി എന്തു വേണം? കുറച്ച് സമയം ആവശ്യമാണ്. അത് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങയുടെ ഭാര്യയാവാം, അങ്ങക്ക് എന്നെ പ്രാപിക്കാം. അതുവരെ അങ്ങ് ക്ഷമിച്ചിരിക്കണം. ഞാൻ സത്യമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇന്ദ്രൻ മരിച്ചുപോയോ അതോ എവിടെയെങ്കിലും പോയതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇന്ദ്രാണി ഇങ്ങനെ പറഞ്ഞത് കേട്ട നഹുഷൻ എന്തായാലും സന്തുഷ്ടനായി എന്ന് പറയാണ്. സന്തുഷ്ടനായിട്ടുള്ള നഹുഷൻ എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് ദേവിയെ പറഞ്ഞയച്ചു. നഹുഷൻ പറഞ്ഞയച്ചപ്പോഴേ ഇന്ദ്രാണി ദേവന്മാരുടെ അടുത്തേക്ക് ദേവന്മാരോടായിട്ട് പറഞ്ഞു, ദേവേന്ദ്രനെ കൊണ്ടുവരുവാനുള്ള പരിശ്രമം നിങ്ങൾ ഉടനെ ആരംഭിക്കണം എന്ന് ദേവന്മാരോടും ഇന്ദ്രാണി പറഞ്ഞു.